ഇവരുടെ മുന്നിലേക്ക് അഷ്മിത് ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ഭയങ്കര റോയൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസിലായിരുന്നു അഷ്മിത് അങ്ങോട്ടേക്ക് നടന്നു വന്നത്. ജാക്കി ഇപ്പോ അവളെ തന്നെ അന്തം വിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഷ്മിത് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ ജാക്കിയോട് സോറി പറയുന്നുണ്ട്. ഞാൻ ചെയ്തത് കുറച്ച് കടന്ന കൈയാന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ശരിക്കും ഒരു ആർക്കിയോളജിസ്റ്റ് ഒന്നുമല്ല. മഗധ സാമ്രാജ്യത്തിലെ ഗീതാഞ്ജലി എന്ന രാജ്ഞിയുടെ ഇപ്പോഴത്തെ തലമുറയിലെ രാജ്ഞിയാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജാക്കിയൊക്കെ അന്തം വിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജാക്കി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ദുബായിലൊക്കെ വന്നിട്ട് ഇതിന് മാത്രം കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡയമണ്ട് വീണ്ടെടുക്കാൻ മാത്രം ഇതിനെന്താ പ്രത്യേകതയുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ അവള് പറയാണ്, പണ്ട് മഗധ സാമ്രാജ്യത്തിന് നേരെ അരുണാസ്തവ യുദ്ധം പ്രഖ്യാപിച്ചത് മറ്റൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല, മഗധയുടെ ആ ഒരു വലിയ നിധി കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു നിധിയുടെ കീ ആയിട്ടുള്ള ഈ ഡയമണ്ട് അത് ഗീതാഞ്ജലി ഭീമയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷെ ആ ഒരു നിധി ഇപ്പൊ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള നിങ്ങളോട് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു നിധി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഡയമണ്ട് നിങ്ങൾക്ക് തന്നെ ചൈനയിലേക്ക് തന്നയച്ചേക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ആ ഒരു നിധി കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ തന്നെ ജാക്കി പറയാണ്. അഷ്മിത ജാക്കിക്ക് പഴയൊരു ടെമ്പിളിന്റെ പെയിന്റിംഗ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ ഒരു ടെമ്പിളിന്റെ ഉള്ളിൽ എവിടെയാണ് ആ ഒരു നിധി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു നിധി എവിടെയാന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള പഴയ ഒരു ലൈബ്രറിയിലേക്ക് ഇവർ പോകുന്നുണ്ട്. ഇപ്പോ അവിടെയുള്ള ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് അവര് ഈ ഒരു നിധി ഇരിക്കുന്ന ഭാഗം കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവന്തിക ഇന്ത്യയിലുള്ള ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ കിമ്മിനും ജീനയ്ക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോ അവിടെ ഒരാൾ നിന്നിട്ട് ഒരു മാജിക് പെർഫോം ചെയ്യുന്നുണ്ട്. അയാള് ഒരു കൊട്ട എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു കയറെടുത്ത് വെക്കും. ഈ ഒരു കയറ് ഇയാൾ മകടി ഊതുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു കൊട്ടയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് വരും. അത് ഭയങ്കര സ്റ്റിഫ് ആയിട്ടുണ്ടാവും. അതിന്റെ മുകളിലേക്ക്